ഹായ്, ഇത് ന്യൂ മോം ടിപ്സ് സീരീസിൽ ഉൾപ്പെടുന്ന വീഡിയോ ആണ്. നേരത്തെയുള്ള വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇതും അങ്ങനെയുള്ളവർക്ക് ഉപകാരപ്പെടും. 0 to 3 months വരെ ഞാൻ എൻ്റെ കുഞ്ഞിന് എന്തൊക്കെ സാധനങ്ങളാണ് വാങ്ങിച്ചു എന്നുള്ളതാണ് ലിസ്റ്റ് ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എന്തൊക്കെ സാധനങ്ങളെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഡയപ്പർ ഒന്നും പറയാനില്ല. ഡയപ്പർ, പിന്നെ കുഞ്ഞുടുപ്പ്, വെറ്റ് വൈപ്സ്, വാഷ് ക്ലോത്ത്. അപ്പോൾ ഈ വാഷ് ക്ലോത്ത് എല്ലാം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. വാഷ് ക്ലോത്ത് കുഞ്ഞ് അത് നല്ല യൂസ്ഫുൾ ആണ്. ബർപ്പ് ക്ലോത്തും ഞാൻ നേരത്തെ നിങ്ങളോട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ബർപ്പ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സോഫ്റ്റ് ക്ലോത്ത്, ഇത് ബർപ്പ് ക്ലോത്തൊക്കെ ആമസോണിലുണ്ടാവേ. ബർപ്പ് ക്ലോത്ത്, ഡ്രൈ ഷീറ്റ് വേണമെങ്കിൽ വാങ്ങിച്ചാൽ മതി. പക്ഷെ കുഞ്ഞായിരിക്കുന്ന സമയത്ത് നമുക്ക് അതിൽ കിടത്തി എണ്ണ തേപ്പിച്ച് കൊടുക്കാനും അതിനൊക്കെ ഉപയോഗപ്പെടും. അല്ലാതെ ഇപ്പോൾ ബെഡിൽ ഡ്രൈ ഷീറ്റ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഡയപ്പേഴ്സാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, ക്ലോത്ത് യൂസ് ചെയ്യണമെങ്കിൽ ഡ്രൈ ഷീറ്റ് യൂസ് ചെയ്യണം. പിന്നെ ടവൽസ്, ലോഷൻ, സെബാമെഡിൻ്റെ ലോഷനാണ് ഇവൻ അന്നും ഉപയോഗിച്ചത്. പിന്നെ ജെൻറ്റിൽ വാഷ്. പിന്നെ ഞാൻ പറയാം, സെബാമെഡ് ലോഷൻ ക്രീമും എല്ലാം ഞാൻ യൂസ് ചെയ്തത് അവൻ്റെ 28 ദിവസം 1 മാസമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ്. അതിനു മുൻപ് ഞാൻ ഒരു ലോഷനും യൂസ് ചെയ്തിട്ടില്ല. പിന്നെ ജെൻറ്റിൽ വാഷ് എല്ലാ സെബാമെഡിനാണ്. ഫേസ് ക്രീമും ഇതാണ്. ഞാൻ അതെല്ലാം യൂസ് ചെയ്തത് അതിന് ശേഷമാണ്. ജെൻറ്റിൽ വാഷല്ല യൂസ് ചെയ്തത്. പക്ഷേ ഈ ലോഷൻസ് ഞാൻ ശാന്തി മഠത്തിൽ അവിടെ പ്രസവ രക്ഷ ചെയ്തപ്പോൾ അവർ പറഞ്ഞായിരുന്നു ഒരു 28 ദിവസമൊക്കെ കഴിഞ്ഞിട്ട്. കാരണം കുഞ്ഞിൻ്റെ ദേഹത്തുള്ളത് പുതിയ ആ ഒരു സ്കിന്നുണ്ടല്ലോ, ജനിക്കുമ്പോഴുള്ള ആ സ്കിന്നൊക്കെ പോയതിന് ശേഷം ഇതൊക്കെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് പീലായി ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. അതൊക്കെ പോയതിന് ശേഷമാണ് ഈ ലോഷനൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയത്. പിന്നെ ബോഡി ഓയിൽ ഉപയോഗിച്ചത് ശാന്തി മഠത്തിൽ നിന്നുള്ള നാൽപ്പാമരാതി ഓയിലാണ്. ഇപ്പോൾ ഉപയോഗിക്കാറില്ലേ, ഇപ്പോൾ അവൻ കിടന്ന് തരാറില്ല എണ്ണ തേക്കാനൊന്നും. പിന്നെ ബേബി ഡിറ്റർജൻറ്റ് യൂസ് ചെയ്താണ് ഇപ്പോഴും അവൻ്റെ ഡ്രസ്സ് വാഷ് ചെയ്യണത്. ബാത്ത് ടവൽ പ്രത്യേകം വാങ്ങിച്ചു, ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. ഡയപ്പർ ബാഗ് ആമസോണിൽ എല്ലാവർക്കും ഒരു ബാഗ് ഉണ്ടായിരിക്കും, ആ ബാഗ്. പിന്നെ വൈറ്റമിൻ ഡി ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ പ്രിസ്ക്രൈബ് ചെയ്യും. ബാത്ത് ചെയർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അത് ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇപ്പോൾ അതെല്ലാം ഇവിടെ കാണിച്ചു തരാനായിട്ട് എല്ലാം തരിപ്പണമായി പോയിട്ടുണ്ട്, അതുകൊണ്ട് അതൊന്നും ഞാൻ കാണിച്ചു തരില്ല. ബാത്ത് ചെയർ ഇങ്ങനെ ഇരിക്കില്ലേ, ഇങ്ങനെ സ്ലാൻഡിങ് ആയിട്ടൊരു രീതി, ആ രീതിയിലുള്ളതാണ്. പക്ഷെ അത് ഒരു 5 മാസമൊക്കെ ആയപ്പോൾ 5 6 മാസമൊക്കെ ആയപ്പോൾ അത് പൊട്ടിപ്പോയി. ആ ഒരു രീതിയിൽ വെയിറ്റ് അത് എടുക്കുള്ളൂ. ഇപ്പം ഇരുന്ന് കുളിപ്പിക്കും. പിന്നെ കളിപ്പാട്ടമായിട്ട് ഒരു 3 months ആയതിനു ശേഷം വാങ്ങിച്ചതാണ് പിയാനോ എന്ന് പറയാൻ പറ്റില്ല. അപ്പോഴും നിങ്ങൾ വിചാരിക്കും ഇത്രയുള്ള ചെറിയ കുഞ്ഞിനെ പിയാനോ പഠിപ്പിക്കുന്നു, വട്ടുണ്ടോ എന്ന്. അതല്ല, നമ്മൾ കാലുകൊണ്ടിങ്ങനെ ഫോട്ടോ കിട്ടണമെങ്കിൽ കാണിക്കാം. ഇങ്ങനെ ആർച്ച് പോലെ വന്നിട്ട് അതിങ്ങനെ തൂങ്ങി ഇങ്ങനെ കിടക്കും. കുഞ്ഞ് വന്നിട്ട് കാലുകൊണ്ട് ഇങ്ങനെ ചവിട്ടുന്നത് ഒരു മ്യൂസിക്, ഇങ്ങനെ പിയാനോ പോലെ ഒരു സംഭവം. അത് അവന് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ അതിൻ്റെ ഓരോ പാർട്സും എവിടെയെങ്കിലുമൊക്കെ കാണാം. അങ്ങനത്തെ രീതിയിലാണ് അവൻ അത് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ ഇപ്പോഴൊക്കെ ഓരോ പ്രായത്തിനനുസരിച്ചുള്ള കളിപ്പാട്ടവും ബുക്കും ഒക്കെ ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. പിന്നെ സ്വാഡിൽ ക്ലോത്ത് താല്പര്യമുള്ളവർക്ക് വാങ്ങാം. സ്വാഡിൽ ചെയ്ത് കിടത്തണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ മാത്രം വാങ്ങിച്ചാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ മുണ്ടും കീറിയാലും, മുണ്ടല്ല ഷീറ്റ് കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ളത് ഉണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് സ്വാഡിൽ ചെയ്യാൻ പറ്റും. സോ ഇത്രയും തന്നെയാണ് ഞാൻ അവന് യൂസ് ചെയ്തത്. ഇപ്പോൾ ഈ 0 to 3 months നമ്മൾ യൂസ് ചെയ്തതെന്ന് പറയുന്ന ഈ സാധനങ്ങൾ തന്നെയാണ് ഇപ്പോഴും യൂസ് ചെയ്യുന്നത്. പക്ഷെ ഞാനൊരു ഫോർമാലിറ്റിക്ക് അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. 0 to 3 months അപ്പോഴും യൂസ് ചെയ്തതാണ്, മെയിനായിട്ട് ഉപയോഗിച്ചതാണ് ഈ സാധനങ്ങളെല്ലാം. അപ്പോൾ ഞാൻ വേറെ വിശദീകരിച്ചൊന്നും പറയണ്ടല്ലോ. ഓക്കെ, ബൈ.